Hello students, today we are going to discuss about a new topic, estivation. എന്താണ് estivation? ഒരു ഫ്ലവർ ബഡിൽ നമ്മുടെ സെപ്പൽസും പെറ്റൽസും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒരു ഫ്ലവർ ബഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സെപ്പൽസും പെറ്റൽസും എങ്ങനെയാണ് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ഈസ്റ്റിവേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് ഈസ്റ്റിവേഷൻ? ഇറ്റ് ഈസ് ദ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് petals or sepals. This is the mode of arrangement of petals or sepals in a flower bud. This is the mode of arrangement of petals or sepals in a flower bud with respect to other members in the same word. അപ്പോൾ ഒരു വേൾഡിലെ പെറ്റൽസിന്റെയും സെപ്പൽസിന്റെയും അറേഞ്ച്മെന്റിനാണ് എന്ത് പറയുന്നത്? ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ടൈപ്പിൽ നമുക്ക് നമ്മളുടെ പെറ്റൽസിനെയും സെപ്പൽസിനെയും ഒക്കെ അറേഞ്ച് ചെയ്യാം? പെറ്റൽസിനെയും സെപ്പൽസിനെയും ഏതൊക്കെ ടൈപ്പിൽ അറേഞ്ച് ചെയ്യാം? ഒന്നുകിൽ 4 ടൈപ്പിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ദ ഈസ്റ്റിവേഷൻ ആർ ഓഫ് 4 ടൈപ്സ്. ഈ 4 ടൈപ്പിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മളുടെ സെപ്പൽസും പെറ്റൽസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വിച്ച് ആർ ദേ? ദേ ആർ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ, ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആൻഡ് വെക്സിലറി ഈസ്റ്റിവേഷൻ. അപ്പം ഈസ്റ്റിവേഷൻ 4 ടൈപ്പിലുണ്ട്. അതായത് നമുക്ക് നമ്മുടെ കാലിക്സിനെയോ കൊറോളേനെയോ ഈ ഏതെങ്കിലും ഒരു 4 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കാണാം. ഏതൊരു ഫ്ലവർ എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും ഫ്ലവറിലുള്ള അതിൻ്റെ സെപ്പൽസും പെറ്റൽസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ വാൽവേറ്റ് എന്താണ് നോക്കാം. ഇൻ ദ കേസ് ഓഫ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, ലുക്ക് ഹിയർ, ഈ കാണിച്ചിരിക്കുന്നത് സെപ്പൽസോ പെറ്റൽസോ ആയിരിക്കാം. ഇവിടെ എങ്ങനെയാണ്? ഇത് നമ്മൾ പെറ്റലാണെങ്കിൽ പെറ്റൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒരു പെറ്റല്, അതിന്റെ തൊട്ടടുത്ത് വേറെ പെറ്റല്, അങ്ങനെ 5 പെറ്റൽ നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇൻ ദ കേസ് ഓഫ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് മാർജിനിൽ ടച്ച് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓരോ പെറ്റലും അടുത്ത പെറ്റലിനെ ജസ്റ്റ് ടച്ച് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ? എന്തായിരിക്കും? In the case of valvate eastuation, എന്താണ്? The sepals or petals they just touch one another at the margin without overlapping. അപ്പോൾ എന്താണ്? ഇൻ ദ കേസ് ഓഫ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, ദ സെപ്പൽസ് ആണെങ്കിൽ സെപ്പൽസ് ഓർ പെറ്റൽസ് ജസ്റ്റ് ടച്ച് വൺ അനദർ അറ്റ് ദ മാർജിൻ വിത്തൗട്ട് ഓവർലാപ്പിംഗ്. അവർ ഓവർലാപ്പ് ചെയ്യാണ്ട് സെപ്പൽസും പെറ്റൽസും ജസ്റ്റ് അടുത്ത സെപ്പല് ജസ്റ്റ് ടച്ച് ചെയ്യുക മാത്രമാണെങ്കിൽ എന്താണ്? വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, ദ സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ എ ഫ്ലവർ ദേ ജസ്റ്റ് ടച്ച് വൺ അനദർ അറ്റ് ദ മാർജിൻ വിത്തൗട്ട് ഓവർലാപ്പിംഗ്. അപ്പം തമ്മിൽ ഓവർലാപ്പ് ചെയ്യാണ്ട് പെറ്റൽസും സെപ്പൽസും ജസ്റ്റ് ടച്ച് ചെയ്യുക മാത്രമാണ്, അതിന്റെ മാർജിനിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് എന്ത് ഈസ്റ്റിവേഷനാണ്? ഈ സെറ്റ് ടു ബി വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. എന്താണ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ? ഈ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എവിടെയാണ് കാണപ്പെടുന്നത്? കുറെ ഫ്ലവറിലുണ്ട്. എക്സാമ്പിൾ പഠിക്കുക. എക്സാമ്പിൾ എന്താണ്? കാലോട്രോപ്പിസ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് കാലോട്രോപ്പിസ് ഫ്ലവർ അവരെ ഈസ്റ്റിവേഷൻ എന്താണ്? വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. അവരെ പെറ്റൽസ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അവരെ പെറ്റൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ടൈപ്പിലായിരിക്കും. ജസ്റ്റ് പെറ്റൽസ് ഒരു പെറ്റല് അടുത്ത പെറ്റലിനെ ടച്ച് ചെയ്യും, അടുത്തതിനെ ടച്ച് ചെയ്യും, അങ്ങനെ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ടൈപ്പ് അറേഞ്ച്മെന്റ് എന്ന് പറയും വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഏതാണ്? ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. അപ്പോൾ എന്തെങ്കിലും പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്താണ് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. എന്താണ് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ? In the case of twisted eastuation, the petals or sepals in a flower, they overlap one another. അല്ലേ? ഒരു സെപ്പല് അടുത്ത സെപ്പലിനെ
അല്ലെങ്കിൽ ഒരു പെറ്റൽ അടുത്ത പെറ്റലിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓവർലാപ്പിംഗ് വരികയാണെങ്കിൽ എന്താണ് പറയുന്നത്? അതിനെ ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ പറയും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ ദ സെപ്പൽസ് ഓഫ് പെറ്റൽസ് ദേ ഓവർലാപ്പ് വൺ അനദർ. അപ്പോൾ പെറ്റൽസും സെപ്പൽസും ഓവർലാപ്പ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്ത് പറയും? അതിനെ ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ എന്ന് പറയും. അതിന് എക്സാമ്പിൾ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന എക്സാമ്പിൾ തന്നെ നമ്മുടെ ഹിബിസ്കസ് അഥവാ ചൈന റോസ് എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷന്. ചൈന റോസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ. ഈ ഈസ്റ്റുവേഷനിൽ നോക്കിയേ, ഈ എന്തെങ്കിലും പെർട്ടിക്കുലർ ഡയറക്ഷൻ വരുന്നുണ്ടോ? ഒന്ന്, വൺ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്. സെപ്പലാണെങ്കിലും പെറ്റലാണെങ്കിലും വൺ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്, വൺ ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ്. ബാക്കിയുള്ള മൂന്നെണ്ണം ഓവർലാപ്പ് ചെയ്യുന്നു അല്ലേ? ഒരു പെറ്റല് മൊത്തമായിട്ട് ഉള്ളിലാണ്, ഒരു പെറ്റല് മൊത്തമായിട്ട് പുറത്താണ്, ബാക്കി മൂന്നെണ്ണം ഓവർലാപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലല്ലാണ്ട് ആണ് നമ്മളുടെ സെപ്പൽസ് ഓർ പെറ്റൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അതിനെന്ത് പറയും? അതിന് പറയുന്ന പേരാണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ. എന്താണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ? അപ്പോൾ എന്താണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ? ഇൻ ദ കേസ് ഓഫ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ ദ പെറ്റൽസ് ഓർ സെപ്പൽസ് ഇൻ എ flower they overlap one another but not in a particular direction. ഇതിൽ എന്താണ്? they overlap one another but not in a particular direction. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കില്ല അവരെ അറേഞ്ച്മെന്റ്. ട്വിസ്റ്ററിൽ എല്ലാതും ഒന്ന് മറ്റേതിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇംബ്രിക്കേറ്റിൽ എന്താണ്? വൺ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്, വൺ ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ്, അതർ ത്രീ ദേ ആർ ഓവർലാപ്പ് വൺ അനദർ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലല്ലാണ്ടാണ് നമ്മുടെ ഓവർലാപ്പിംഗ് നടക്കുന്നതെങ്കിൽ ആ ഈസ്റ്റുവേഷൻ എന്ത് പറയും? ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ. എന്ത് പറയും? ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ. ഓക്കെ, ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ എക്സാമ്പിളാണ് നമ്മളുടെ കാഷ്യ, കണിക്കൊന്നല്ലേ? കാഷ്യ, ഗുൽമോഹറൊക്കെ ഏതിലാണ് വരുന്നത്? കാഷ്യ, ഗുൽമോഹറൊക്കെ നമ്മളുടെ ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷനിൽ വരും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഈസ് വെക്സിലറി ഈസ്റ്റുവേഷൻ. അത് കുറച്ച് കാര്യമായിട്ട് നോക്കണം. വെക്സിലറി ഈസ്റ്റുവേഷൻ എന്താണ്? ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഇതിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അല്ലേ? എന്താണ് വെക്സിലറി ഈസ്റ്റുവേഷനിൽ? അതിനു മുമ്പ് ഈ ഫ്ലവറിനെ കുറിച്ചൊന്ന് പറയണം. ഈ വെക്സിലറി ഈസ്റ്റുവേഷൻ കാണുന്ന ഒരു ഫ്ലവറാണ് നമ്മുടെ പീ പ്ലാന്റ്. പീ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പയറ് ചെടി. എക്സാമ്പിളാണ് പീ. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് പീ പ്ലാന്റിലുള്ള ഫ്ലവറിന്റെ കൊറോളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കൊറോളയ്ക്ക് പറയുന്ന പേരാണെന്ത്? പാപ്പിലോണേഷ്യസ് കൊറോള. എന്താ പറയാ? പാപ്പിലോണേഷ്യസ് corolla. In the case of pea plant, the corolla is called papillonaceous corolla. Papillonaceous corolla എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വതവേയുള്ള പെറ്റൽ പോലെയല്ല, ഇതിന് 3 ടൈപ്പ് പെറ്റൽ ഉണ്ടാവും. സ്വതവേ ഒരു ടൈപ്പ് ഒരേ ടൈപ്പ് പെറ്റലാണ് ഉണ്ടാവുക. പക്ഷേ ഇൻ ദ കേസ് ഓഫ് പീ പ്ലാന്റ് ഇറ്റ് ഈസ് കോൾഡ് പാപ്പിലോണേഷ്യസ് കൊറോള. അവർക്ക് 3 ടൈപ്പ് എന്തുണ്ടാവും? പെറ്റൽ ഉണ്ടാവും. പെറ്റൽ തന്നെ 3 ടൈപ്പ് ഉണ്ടാവും. ഏതൊക്കെയാണ് അവരെ പെറ്റൽസ്? ഏതൊക്കെയാണെന്ന് വെച്ചാൽ പെറ്റൽസ് 3 ടൈപ്പ് ഉണ്ടാവും. ഒന്നാമത്തെ ടൈപ്പാണ് ദ ഫസ്റ്റ് ടൈപ്പ് ഈസ് സ്റ്റാൻഡേർഡ് പെറ്റൽ. സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടാവും. അതെന്താണ്? സ്റ്റാൻഡേർഡ് പെറ്റൽ ലാർജ് ആയിരിക്കും. എത്ര എണ്ണം ഉണ്ടാവും? 1 ആയിരിക്കും നമ്പർ. ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടാവും നമ്മളുടെ പീ പ്ലാന്റിൽ, കൊറോളയിൽ. ഒരു ലാർജ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടാവും. പിന്നെ അതുണ്ടാവും വിങ് പെറ്റൽ ഉണ്ടാവും. ഈ വിങ് പെറ്റലിന്റെ പൊസിഷൻ എങ്ങനെയാണ്? അത് ലാറ്ററൽ ആയിട്ടാണ്. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സൈഡിൽ. ലാറ്ററൽ ആയിട്ട് എത്ര എണ്ണം ഉണ്ടാവും? 2 വിങ് പെറ്റൽ. സ്റ്റാൻഡേർഡ് പെറ്റൽ എത്ര എണ്ണമാണ്? ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽ. പിന്നെ അത് കൂടാതെ എന്താണ്? 2
കീൽ പെറ്റലും കൂടി ഉണ്ടാവും. ഈ കീൽ പെറ്റൽ എവിടെയാണ് ഉണ്ടാവുക? ആന്റീരിയർ, താഴ്ഭാഗത്തേക്കായിരുന്നു ഉണ്ടാവുക. ആന്റീരിയർ. In the case of pea plant, the corolla is called, അവരുടെ കൊറോളയ്ക്ക് എന്താ പറയുന്നത്? പാപ്പിലോണേഷ്യസ് കൊറോള എന്നാണ് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? In the case of പാപ്പിലോണേഷ്യസ് കൊറോള, the petals they are of 3 type. പെറ്റൽസ് തന്നെ എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ എങ്ങനെയാണ്? ഫസ്റ്റ് വൺ ഈസ് ലാർജ്. ഒന്നാമത്തത് ഏറ്റവും മുകളിലുള്ള ലാർജ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടാവും. പിന്നെ 2 എണ്ണം എങ്ങനെയാണ്? 2 എണ്ണം സൈഡിലായിട്ട് ലാറ്ററൽ പൊസിഷനിൽ 2 വിങ് പെറ്റൽ ഉണ്ടാവും. പിന്നെ എങ്ങനെയാണ്? അതിന്റെ താഴെ, ഏറ്റവും താഴെ അടിഭാഗത്തായിട്ട് 2 കീൽ പെറ്റലും കൂടി ഉണ്ടാവും. കീൽ പെറ്റൽ സ്മോൾ ആയിരിക്കും. അങ്ങനെ 3 ടൈപ്പ് പെറ്റൽ ആർക്ക് ഉണ്ടാവും? നമ്മളുടെ പീ പ്ലാന്റിന് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൊറോളയ്ക്ക് എന്ത് പറയുന്നു? പാപ്പിലോണേഷ്യസ് കൊറോള എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അവരുടെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് നോക്കൂ. നമ്മുടെ ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് പെറ്റൽ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പെറ്റൽ. ഇത് സ്റ്റാൻഡേർഡ് പെറ്റൽ. അത് ഏറ്റവും മുകളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് എന്താണ്? താഴെയായിട്ട് വിങ് പെറ്റൽ, അതിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വിങ് പെറ്റൽ. അതിന്റെ താഴെ അതിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് കീൽ പെറ്റൽ. ഓക്കെ, മനസ്സിലായി? അറേഞ്ച്മെന്റ് മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്? വാട്ട് യു മീൻ ബൈ വെക്സിലറി ഈസ്റ്റുവേഷൻ? ഇൻ ദ കേസ് ഓഫ് വെക്സിലറി ഈസ്റ്റുവേഷൻ, one large standard petal which overlap. ഈ സ്റ്റാൻഡേർഡ് പെറ്റൽ ആരെ ഓവർലാപ്പ് ചെയ്യുന്നത്? which overlap 2 lateral wing petal. അവർ 2 വിങ് പെറ്റലിനെ ഓവർലാപ്പ് ചെയ്യുന്നു. പിന്നെയോ ആൻഡ് ദ വിങ് പെറ്റൽ, ഈ വിങ് പെറ്റൽ ആരെ ഓവർലാപ്പ് ചെയ്യുന്നത്? ആൻഡ് ദ വിങ് പെറ്റൽ വിച്ച് ഓവർലാപ്പ് 2 ആന്റീരിയർ കീൽ പെറ്റൽ. ഈ വിങ് പെറ്റൽ 2 ആന്റീരിയർ കീൽ പെറ്റലിനെ എന്ത് ചെയ്യുന്നു? ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയാം. എങ്ങനെയാണ്? ഇൻ ദ കേസ് ഓഫ്, അത് എഴുതണോ? വേണ്ടല്ലോ അല്ലേ? ഇൻ ദ കേസ് ഓഫ് പീ പ്ലാന്റ്, the petals are arranged in a such a way that the one large standard petal which overlap the 2 lateral wing petal, which in turn overlap 2 small keel petal. Okay, this type of estivation is called vexillary estivation. ഈ ടൈപ്പ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നു വെക്സിലറി ഈസ്റ്റിവേഷൻ. ഇത് ഏത് പ്ലാന്റിലാണ് കാണപ്പെടുന്നത്? ഇൻ പീ പ്ലാന്റ്. പയർവർഗ്ഗത്തിലുള്ള ചെടികളിലൊക്കെ കൂടുതലും ഈ ടൈപ്പ് കൊറോള ആയിരിക്കും. ഇത് പാപ്പിലോണേഷ്യസ് കൊറോള. അപ്പോൾ എന്താ അവരുടെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് 3 ടൈപ്പ് ഓഫ് പെറ്റൽസ്. 1 ലാർജ് സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 lateral wing petal, 2 anterior keel petal. ഓക്കെ, എല്ലാം കൂടി 5 എണ്ണം ഉണ്ടാവും. അതിൽ ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് പെറ്റൽ ഏറ്റവും മുകളിലുണ്ടാവും. 2 വിങ് പെറ്റൽ സൈഡിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ആരെയും ഓവർലാപ്പ് ചെയ്യുന്നത്? ഏറ്റവും 2 താഴെയുള്ള 2 ചെറിയ കീൽ പെറ്റലിനെ ഓവർലാപ്പ് ചെയ്യുന്നു. അങ്ങനെ ഈ 3 ടൈപ്പ് പെറ്റലിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടുള്ള ഈ ടൈപ്പ് ഈസ്റ്റുവേഷൻ എന്ത് പറയുന്നു? വെക്സിലറി ഈസ്റ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഈസ്റ്റുവേഷൻ ഈ 4 ടൈപ്പ് ഈസ്റ്റുവേഷൻ ആണ് ഉള്ളത്. പേര് മനസ്സിലായില്ലേ? പേര് തന്നെ നിങ്ങൾക്ക് കിട്ടും. വാൽവേറ്റ് ഈസ്റ്റുവേഷൻ, ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ, ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ ആൻഡ് വെക്സിലറി ഈസ്റ്റുവേഷൻ. ഓരോന്നും മനസ്സിലായില്ലേ? വാൽവേറ്റ് എന്താണ്? they just touch one another at the margin. അവർ മാർജിനിൽ ഈ പെറ്റൽസ് ആണെങ്കിലും സെപ്പൽസ് ആണെങ്കിലും ജസ്റ്റ് ടച്ച് ചെയ്യുക മാത്രമാണെങ്കിൽ എന്താണ്? വാൽവേറ്റ് ഈസ്റ്റുവേഷൻ ആണ്. എക്സാമ്പിൾ കലോട്രോപ്പീസ്. ട്വിസ്റ്റഡിൽ എന്താണ്? അവർ ടച്ച് ചെയ്യുക മാത്രമല്ല, അവർ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ, they overlap the petals or sepals, they overlap one another. അടുത്തതിനെ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ ആണ്. എക്സാമ്പിൾ നമ്മളുടെ ഹിബിസ്കസ്. നെക്സ്റ്റ് വൺ ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ. എങ്ങനെയാണ്? ഇവർ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, ബട്ട് നോട്ട് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കില്ല അവർ ഓവർലാപ്പ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും? ഒന്ന് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആയിരിക്കും, ഒന്ന് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആയിരിക്കും. ബാക്കി 3 എണ്ണം സാധാരണ പോലെ ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ടൈപ്പ് ഈസ്റ്റുവേഷൻ എന്ത് പറയുന്നു? ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ. ഇൻ ദ കേസ് ഓഫ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ,
the sepals or petals, they overlap one another but not in the same direction. എക്സാമ്പിൾ എന്താണ്? കാഷ്യ, ഗുൽമോഹർ. ലാസ്റ്റ് വൺ പറഞ്ഞതുപോലെ തന്നെ ഓർമ്മയില്ലേ? എന്താണ്? ഇൻ ദ കേസ് ഓഫ് വെക്സിലറി ഈസ്റ്റിവേഷൻ, the petals are of 3 types. One standard petal, 2 wing petal, 2 keel petal. They overlap one another. Okay. This type of corolla is called papilionaceous corolla. Okay. Example നമ്മളുടെ pea plant. Okay. അത്രയേ ഉള്ളൂ. Okay. Thank you.